ഹായ് മക്കൾസ്, നമ്മുടെ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡ്രാഫ്റ്റ് ടൈം ടേബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇനി സംഭവിച്ചേക്കാം. ഇത് തന്നെ ടൈം ടേബിൾ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട. പക്ഷേ ഏകദേശം ഒരു 90% ഇത് തന്നെയായിരിക്കും. ചെറിയൊരു ചേഞ്ചൊക്കെ. ഒന്നാമത് ഇതിലേതെങ്കിലും ഒരു ദിവസങ്ങളിൽ എന്തെങ്കിലും സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ടൈം ടേബിൾ മാറ്റം വന്നേക്കാം. അപ്പോൾ ഇതൊരു ഡ്രാഫ്റ്റ് മാത്രമാണ്. ഏകദേശം ഇത് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ മറ്റുള്ള ക്ലാസ്സൊക്കെ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നമ്മുടെ 7-ാം ക്ലാസ്സിലെ മക്കൾക്ക് 4-ാം തീയതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 4 ബുധനാഴ്ചയാണ് നമ്മുടെ ഫസ്റ്റ് എക്സാം. മലയാള സെക്കൻഡാണ് പോകുന്നത്. അതുപോലെ തന്നെ ടൈം ആഫ്റ്റർനൂണാണ്. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 5 തേഴ്സ്ഡേ വ്യാഴാഴ്ച ഇംഗ്ലീഷാണ്. അതും ആഫ്റ്റർനൂൺ തന്നെയാണ്, ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് നടക്കുന്നത്. സെപ്റ്റംബർ 6 ഫ്രൈഡേ വെള്ളിയാഴ്ച നമ്മളെല്ലാവരും പേടിപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ഏത്? മാത്സ് ആണ്. മാത്സ് നമ്മുടെ ഉച്ചൻ്റെ മുമ്പാണ്, രാവിലെയാണ് നടക്കുന്നത്. 4 noon ആണ്. ഞാനിവിടെ FN നിട്ടിട്ടുള്ളത് ഉച്ചൻ്റെ മുമ്പാണ്. 4 noon എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്കായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവും. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ ശനിയും ഞായറും നിങ്ങൾക്ക് എക്സാം ഇല്ല. സെപ്റ്റംബർ 9 പിന്നെ മൺഡേ ആണ് വരുന്നത്, തിങ്കളാഴ്ച ആണ് വരുന്നത്. അത് നമ്മുടെ ലാംഗ്വേജ് ആണ്. ചിലപ്പം സംസ്കൃതം വരാം, അതുപോലെ തന്നെ മലയാളം വരാം, അറബി വരാം, ഉറുദു വരാം. അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആഫ്റ്റർനൂൺ തന്നെയാണ്. 10-ാം തീയതി ട്യൂസ്ഡേ ബേസിക് സയൻസ് ആണ്. അതിലൊരു മാറ്റമുണ്ട്, രാവിലെ തന്നെയാണ് കേട്ടോ എക്സാം വരുന്നത്. 4 noon ആണ് വരുന്നത്, രാവിലെയാണ് ആ എക്സാം വരുന്നത്. അതുപോലെ തന്നെ വെനസ്ഡേ 2 സബ്ജക്റ്റിൻ്റെ എക്സാം ഉണ്ട്. പേടിച്ചോ നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഒരു സബ്ജക്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അത് കൂടുതലൊന്നും അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കില്ല എന്നാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ച് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നത്. അത് ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ അത് എക്സാം ആയിട്ട് നടത്താറില്ല. അതിങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് പലതും ചെയ്യിക്കലും പല പൂവുണ്ടാക്കൽ, അതുപോലെ തന്നെ എംബ്രോയിഡിങ് വർക്കുകൾ, ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എക്സാം ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് 2 എക്സാമാണ് വെനസ്ഡേ ഉള്ളത്. സെപ്റ്റംബർ 11 ഹിന്ദിയും വർക്ക് എക്സ്പീരിയൻസുമാണ്. ഹിന്ദി രാവിലെയും ഉച്ചയ്ക്ക് ശേഷം WE എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കലാകായിക പ്രവൃത്തി പരിചയം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അതായിരുന്നു ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 12 വ്യാഴാഴ്ചത്തോട് മക്കളെ എക്സാം കഴിയാൻ പോവാണ് അല്ലേ. 12-ാം തീയതി നമ്മുടെ വ്യാഴാഴ്ചത്തോടു കൂടി നമ്മുടെ എക്സാം കഴിയാണ്. ആഫ്റ്റർനൂണാണ്, ഉച്ചയ്ക്ക് ശേഷം ലാസ്റ്റ് എക്സാം. നമ്മുടെ എക്സാം തന്നെയാണ്. ഏതാണ്? സോഷ്യൽ സയൻസ് ആണ്. അപ്പം മക്കളെ, ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഉറപ്പിച്ച ടൈം ടേബിൾ അല്ല. പക്ഷെ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധ്യത ഇത് തന്നെയാണ്. ഒരു 95% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഫുള്ളായിട്ട് അങ്ങോട്ട് 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചെറിയ ചേഞ്ചുകളൊക്കെ വരും. ചിലപ്പോൾ ആഫ്റ്റർനൂൺ ഉള്ളത് 4 noon ആയിരിക്കും, രാവിലെ ആയിരിക്കും. ചിലത് രാവിലെ ഉള്ളത് ഉച്ചയ്ക്കായിരിക്കും. ചിലത് 2 എക്സാമും കൂടി മെർജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഒരു ടൈം ടേബിൾ തന്നെയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ടൈം ടേബിൾ മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം മാറാനുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇനിയുള്ളത് നമ്മൾ ഒരു യുദ്ധഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓണം എക്സാം കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കില്ല നിങ്ങൾ സ്കൂളിൽ. അപ്പോൾ അതിനൊക്കെ നല്ല മാർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ ചാനലിൽ എല്ലാവിധ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനലിനെ പറ്റി അറിയാത്തവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓണപരീക്ഷ നമുക്ക് പൊളിക്കണം, പൊളിച്ചെടുക്കണം മക്കളെ. ബൈ ബൈ.